നമസ്കാരം. സ്മൃതി മുദ്രകളിലേക്ക് ഏവർക്കും സ്വാഗതം. നടപ്പിലും ഭാവത്തിലും രൂപത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഏറെ വ്യത്യസ്തപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. ആരെവിടെ വെച്ച് കണ്ടാലും വളരെ പരിചയമുള്ള പോലെ ഡൗൺ ടു എർത്തായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഈ രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലാണ്. നീട്ടി വളർത്തിയ മുടി. ഇത്രയും വിശേഷങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട സഖാവ് രവീന്ദ്രൻ, ശ്രീ പന്യൻ രവീന്ദ്രൻ അവർകളാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സഖാവെ, സ്വാഗതം. നമസ്തേ. നമ്മൾ എന്തായാലും ഫസ്റ്റ് ചോദ്യം ഒരുപാട് പേര് താങ്കളോട് ചോദിച്ചതാണെങ്കിലും ആ ചോദ്യത്തിന് വേറൊരു രീതിയിൽ ഞാൻ ചോദിക്കാം. പുലിക്കോടൻ നാരായണൻ എന്ന് പറഞ്ഞ സബ് ഇൻസ്പെക്ടറുമായിട്ടുള്ള താങ്കളുടെ ബന്ധം, അതിലൂടെ താങ്കളുടെ നീട്ടി വളർത്തിയ മുടിയുടെ രഹസ്യ ചുരുൾ അറിയട്ടെ. പുലിക്കോടിനും ഞാനുമായി വളരെ അടുപ്പാണ്, ഇന്നും അടുപ്പാണ്. പക്ഷെ അന്നത്തെ സാഹചര്യം ഒരു പ്രത്യേകതയായിരുന്നു. അടിയന്തരാവസ്ഥയിൽ അദ്ദേഹം കണ്ണൂർ ടൗൺ SI ആയി ചാർജ് എടുത്തു. സാധാരണ ഒരു SI പുതുതായി വന്നെന്ന് പറഞ്ഞാൽ വന്നു എന്നറിയിക്കാൻ ചില ഏർപ്പാടുകളുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം കണ്ടുപിടിച്ചത് ചെറുപ്പക്കാരെന്ന് ഒരു ഫാഷനായിരുന്നു മുടി നീട്ടി വളർത്തുക, ഹിപ്പി എന്ന് പറയും. അപ്പോൾ ഈ ചെറുപ്പക്കാർ മുടി നീട്ടി വളർത്തി കാണുമ്പോൾ ഇയാൾക്ക് അപ്പോൾ വീര്യം വരും. അദ്ദേഹം അവരെ കൂട്ടിക്കൊണ്ടുപോകും പോലീസ് സ്റ്റേഷനിൽ. കൂട്ടിക്കൊണ്ടുപോയി സെൻറ്ററിൽ നിന്നൊരു വെട്ട മുടി, അങ്ങനെ വെട്ടിയാൽ പിന്നെ മുടി മൊട്ടയടിക്കുകയും മാർഗമുള്ളൂ. അപ്പോൾ നാട്ടിലെ ചെറുപ്പക്കാർ, കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ കൂടി പറയാൻ തുടങ്ങി, പുലി വന്നിരിക്കുന്നു, ഇനി പുറത്തിറങ്ങിക്കൂടാ. പുലി വന്നതുകൊണ്ട് മാടിയിൽ പോയിട്ട് ഒളിക്കുന്ന മാതിരി അവർ പോയി ഒളിക്കുക എല്ലാവരും. ആ ഘട്ടത്തിൽ ഞാനൊരു പൊതുപ്രവർത്തനമാണ്, നമുക്കൊന്ന് ഇതിനെതിരായിട്ട് സ്വന്തമായി മുടി നീട്ടിയാലോ. ഞാൻ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു. ഒരു 3 മാസം മുടി നീണ്ടു വളർന്നു. അപ്പോൾ ഒരു ദിവസം കണ്ണൂർ ടൗണിൽ നിന്ന് ഇങ്ങനെ കറങ്ങി ഞാൻ നടന്നു വരുമ്പോൾ, നടപ്പായിരുന്നല്ലോ മിക്കവാറും, അവിടെ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പം SI വണ്ടിയുമായി പോവുക, ചെത്തിക്കോടൻ. അദ്ദേഹം ഓടിക്കുക. അദ്ദേഹം തിരിഞ്ഞ് വണ്ടി ബ്രേക്ക് ചവിട്ടി തിരിച്ച് വന്ന് ഒന്നിൻ്റെ അടുത്ത് വന്നിട്ടിങ്ങനെ എന്നെ രൂക്ഷമായി നോക്കി. ഈ മുടി ഞാൻ കാണാത്തതുകൊണ്ടല്ല, ഞാൻ വെറുതെ വിട്ടതാ. അപ്പോഴെനിക്ക് തോന്നി, എൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നൊരു വാക്കല്ലേ അത്. അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിൽ ഞാൻ മുടി വെച്ച് നടത്തുന്നതല്ലേ, അത് വേണ്ട. ഞാനന്ന് ഇതുപോലെ പക്വതയൊന്നുമില്ലയെന്ന് വെച്ചോ. ഞാൻ പറഞ്ഞു, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, എൻ്റെ മുടി വെട്ടുന്നത് ഒരു പോലീസ് ഓഫീസർ അറിയിക്കണം. അപ്പോൾ അദ്ദേഹം രൂക്ഷമായി എന്നെ നോക്കി. എന്നിട്ട് അദ്ദേഹം വണ്ടി ഓടിച്ചു പോയി. അപ്പോൾ കൂടെ നിൽക്കുന്ന ഒരുപാട് അടിയന്തരാവസ്ഥയല്ലേ, അവരൊക്കെ കൂടി ചിരിക്കാൻ തുടങ്ങി. ഞാൻ ചിരിച്ചില്ല. ഞാനിങ്ങനെ ഒരു രസത്തിൽ ഞാൻ ബസ് കയറി പോയി. അങ്ങനെയാണ് ഇതിൻ്റെ തുടർച്ച. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ എവിടെ പോയാലും എന്നെ തിരിച്ചറിയും. എത്ര MP മാരുള്ളപ്പം, കേരള MP മാരുള്ളപ്പോഴും സോണിയാഗാന്ധി എന്നെ കണ്ടാൽ തിരിച്ചറിയല്ലോ. പന്യൻജി, ഹൗ ആർ യു? കമ്മ്യൂണിസ്റ്റുകാരൻ ആവാനുള്ള ഒരു തീരുമാനം ശരിക്കും സഖാവ് എടുക്കുന്നത് എപ്പോഴാണ്? എൻ്റെ കുട്ടിക്കാലമാണ് അതിൻ്റെ കാര്യം. ഞാൻ കണ്ണൂർ ടൗണിനടുത്തൊരു പ്രദേശം, കക്കാട്. ആ പ്രദേശത്ത് എനിക്ക് ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ നേരിട്ടറിയാം. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും. എൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചപ്പോൾ പിന്നെ വീട്ടിൽ വരുമാനത്തിന് വകയില്ല. എൻ്റെ അമ്മയാണ് കാര്യങ്ങൾ നോക്കുന്നത്. നമ്മളെപ്പോലെ പാവപ്പെട്ടവർക്ക് പല കാര്യങ്ങളിലും അത്താണി കമ്മ്യൂണിസ്റ്റുകാരാണ്. മാത്രമല്ല, എനിക്ക് 3 വയസ്സുള്ളപ്പം എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയി ഒരു മീറ്റിങ്ങിൽ. ആ മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ വന്ന സഖാവ് AKGയെ കാണാനാണ് അമ്മ പോകുന്നത്, എന്നെയും കൊണ്ടുപോയത്. എൻ്റെ കയ്യിലൊരു ചുവന്ന മാല തന്ന് അമ്മ AKG കെട്ട് കൊടുക്കാൻ. ഞാൻ മാലയിട്ടപ്പോൾ AKG എൻ്റെ കവിളിൽ നുള്ളി. എനിക്കോർമ്മയില്ല, അമ്മ പറഞ്ഞതാ. അന്ന് മുതൽ എൻ്റെ മനസ്സിനകത്തൊരു വികാരമുണ്ട്, AKG. ആരാണ് AKG ഏത് പാർട്ടിക്കാരനാണ്, AKG എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ചിന്തയാണ് പിന്നെ എൻ്റെ മനസ്സിന് വളർന്നു വരുന്നത്. ഞാൻ വന്നത് നേരെ അനുഭവത്തിൽ കൂടിയാണ്. എൻ്റെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ, അവിടെ പണിയെടുക്കുന്ന നെയ്ത്ത് തൊഴിലാളികൾ, അവർ സമരം നടത്തുമ്പം അവരെ പോലീസുകാർ വന്ന് മർദ്ദനമേൽക്കും, അവരുടെ ശരീരത്തിൽ നിന്ന് രക്തം പുറത്തേക്ക് തെറിക്കുന്നു. ഈ സമയത്തും അവർ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്നു, ഇൻകുലാബ് സിന്ദാബാദ്. ഇത് കണ്ടപ്പം എനിക്ക് വടക്കമ്പാട്ടിലെ വീരനായകന്മാരെക്കാളും ഏറ്റവും കൂടുതൽ ആവേശമുള്ളത് ഇവരെക്കുറിച്ചാണ്. അവർ വലിയ നായകന്മാരെ നമ്മുടെ മനസ്സിലൊന്ന് വിപ്ലവകാരികളായിട്ട്. ആ പരിചയമാണ് എന്നെ കമ്മ്യൂണിസ്റ്റുകാരനായി കൊണ്ടുവരുന്നത്. ഒരു വിപ്ലവ ഗാനം മനസ്സിൽ എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും. എന്താണ് ഒരു വിപ്ലവ ഗാനങ്ങൾ ഒരുപാട് മനസ്സിലുണ്ട്. പക്ഷേ എൻ്റെ കൊച്ചുനാളിൽ എൻ്റെ മനസ്സിൽ കടന്നു വന്നൊരു പാട്ട്, പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം
മലയാളികളുടെ മനസ്സിൽ കടന്നു വരുന്ന ഈ പാട്ടിൽ കൂടിയാണ്. ഈ പാട്ടാണ് അവർക്ക് ഏറ്റവും വലിയ ആവേശം. അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന പാട്ട് തമിഴ് പാട്ടുകളാണ്. ആ തമിഴ് പാട്ടുകളിൽ നിന്ന് മാറിയ മലയാള പാട്ടിലേക്ക് വരുന്നത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന പാട്ടോട് കൂടിയിട്ട്. അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിലെ പൊന്നരിവാൾ അമ്പിളിയിൽ എന്ന് പറയുന്ന പാട്ട് കമ്മ്യൂണിസ്റ്റാക്കി നാടകമാണ്, കമ്മ്യൂണിസ്റ്റുകാർ നാടകമാണ്, അതുകൊണ്ട് പാട്ട് കേൾക്കാൻ പാടില്ല. നോ നോ നോ. അന്ന് എല്ലാവരും ആ പാട്ട് കേട്ടുകൊണ്ടിരുന്ന പാട്ടിനെന്ത് രാഷ്ട്രീയം, കലക്കെന്ത് രാഷ്ട്രീയം, മനുഷ്യൻ്റെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടതിലെ കലയും എല്ലാം. ആ കലയും രാഷ്ട്രീയവുമായി കൂട്ടിക്കൊടുക്കേണ്ട കാര്യമുണ്ട്? ഒരു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അന്ന് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകത്തിനേക്കാളും മുമ്പേ മനുഷ്യ മനസ്സിൽ കടന്നു വന്ന ഈ മനോഹരമായ ഗാനമാണ് പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അമ്പിളിയില് കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലില് വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ പാടി നിൽക്കുന്നോളെ, പാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ പാടി നിൽക്കുന്നോളെ, പാടി നിൽക്കുന്നോളെ. പുൽക്കൊടിലിൻ പൊൽക്കതിരാം കൊച്ചുറാണിയാളെ, കൺകുളിരെ നിനക്കു വേണ്ടി നമ്മളൊന്നു പാടാം, നമ്മളൊന്നു പാടാം. ഓടതിലാ പാലലകൾ ഓടി വരും നേരം, എന്തിനാണു എൻ കരളെ നൊന്തു പോണൻ കള്ളി, എൻ കരളെ കൺകുളിരേ, എൻ കരളെ കൺകുളിരേ, എൻ കരളെ കൺകുളിരേ. നിന്നെ ഓർത്തു തന്നെ പാടുകയാണെൻ കരൾ, പോരാടുമെൻ കരങ്ങൾ, രാടുമെൻ കരങ്ങൾ. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ